Hello everyone, welcome back to the channel. നമ്മൾ ക്ലാസ് 12ന്റെ ഇന്റഗ്രൽസ് എന്നുള്ള ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്റഗ്രേറ്റ് 1/x into log x whole square. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്റഗ്രേറ്റ് 1/x into log x whole square. ഇറ്റ് ഈസ് സിമ്പിൾ വൈസ് റെപ്രസെന്റേഷൻ ആണ് 1/x into log x whole square. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ആദ്യം ഏത് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? ഇവിടെ 1/x into log x നമ്മുടെ ഫോമിലാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ഏതിനാന്ന് എങ്ങനെ തീരുമാനിക്കുന്നത്? ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ടേമിന്റെ ഡെറിവേറ്റീവ് നമ്മുടെ അല്ലെങ്കിൽ ഇന്റഗ്രന്റിൽ ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ ഇവിടെ ഏത് ഫംഗ്ഷന്റെയാണ് ഡെറിവേറ്റീവ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നോക്കുക. log x-ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/x ആണെന്നറിയാം അല്ലേ? അപ്പോൾ ഒരു 1/x ഇവിടെ ഉണ്ട്. അപ്പോൾ 1/x ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് log x-ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ പുട്ട് log x ഈക്വൽ ടു ടി എന്നുള്ള വേരിയബിൾ കൊടുത്തു. ഇനി രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ log x-ന്റെ ഡെറിവേറ്റീവ് 1/x dx എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഡെറിവേറ്റീവ് എടുത്താൽ വിത്ത് റെസ്പെക്ട് ടു x ആണ് എടുക്കുന്നത്, അപ്പോൾ dt/dx എന്ന് പകരം ഇവിടെ dx കൊടുത്തിട്ടുണ്ട്. സോ 1/x dx ഈക്വൽ ടു dt. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുക, 1/x dx ഇവിടെ ഉണ്ട്. അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? dt എന്ന് കൊടുക്കാം. അതുപോലെ log x-ന് പകരം നമുക്ക് t എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വിൽ ബി 1/x into dx-ന് പകരം dt. ഓക്കെ, dt ഡിവൈഡഡ് ബൈ log x-ന്റെ പ്ലേസിൽ t കൊടുത്താൽ ഇത് t സ്ക്വയർ ആവും ഫംഗ്ഷൻ. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫോർമാറ്റിലായിട്ട് മാറിയിട്ടുണ്ട്. സോ ഇന്റഗ്രൽ 1/t² dt എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ t⁻⁻2 dt എന്ന് എഴുതാം. ഓക്കെ, ഇനി വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഈ എക്സ്പ്രഷൻ അറിയാലോ, ഇന്റഗ്രൽ x⁻n dx ഫോർമാറ്റ് അല്ലേ? അല്ലെ, ഇന്റഗ്രൽ x⁻n dx എന്തായിരുന്നു? x⁻n+1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് c ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും. സോ എന്നിന്റെ പ്ലേസിൽ -2 ആണ്. സോ എങ്ങനെ വരും? t⁻2 + 1 ഡിവൈഡഡ് ബൈ -2 + 1 പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c എന്ന് വരും അല്ലേ? ഡിനോമിനേറ്ററിൽ -2 + 1 ഈസ് -1. ഇനി t⁻2 -2 + 1 ആകുമ്പോൾ അപ്പോഴും t⁻−1 വരും. ഇറ്റ്സ് -1/t എന്ന് എഴുതാമല്ലോ അല്ലെ? -1/t പ്ലസ് c എന്ന് എഴുതാം. ഇനി ടിക്ക് പകരം ആ log x തിരിച്ചു വരെ കൊടുക്കാം. ഇറ്റ്സ് -1/log x പ്ലസ് c. ഇതായിരിക്കും നമ്മുടെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത്, -1/log x പ്ലസ് c. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ടിക്ക് പകരം നമ്മൾ തിരിച്ച് log x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഇവിടെ ബ്രാക്കറ്റിൽ വേണം നമുക്ക് എഴുതാം, സിൻസ് t ഈക്വൽ ടു log x. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. കൂടുതൽ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം. താങ്ക് യു.